നിങ്ങൾക്കൊരു 240 കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു സ്ഥലത്തെത്തണം. ഇക്കണ്ട ട്രാഫിക്കും ഇപ്പോഴത്തെ ഈ ഒരു മോശം കാലാവസ്ഥയും റോഡിന്റെ അവസ്ഥയും ഒക്കെ സഹിച്ച് അവിടെ എത്തുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ ഒരു 240 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട സ്ഥാനത്ത് വെറും 33 കിലോമീറ്റർ മാത്രമായി ചുരുക്കിയെടുക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകും? അത് കൊള്ളാം അല്ലേ? ഞെട്ടണ്ട, സത്യമാണ് പറയുന്നത്. ഇത്തരത്തിലൊരു വമ്പൻ പദ്ധതി നമ്മുടെ രാജ്യത്ത് ഒരുങ്ങുകയാണ്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ലോകത്തിൽ രണ്ടാമത്തേതും നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തേതുമായ ഒരു വമ്പൻ പദ്ധതി. അതെ, യാത്രാ ദൈർഘ്യം വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കാൻ പോകുന്ന ഒരു ബ്രഹ്മാണ്ഡ പദ്ധതിക്കാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം തുടക്കം കുറിക്കാൻ പോകുന്നത്. രാജ്യത്ത് ആദ്യമായി നദിക്കടിയിലൂടെ ഇരട്ടക്കുഴൽ തുരങ്കപാത വരികയാണെന്ന വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അസമിലെ ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെയാണ് ഈ ഒരു ബ്രഹ്മാണ്ഡ പദ്ധതി വരാനൊരുങ്ങുന്നത്. 15.79 കിലോമീറ്റർ ദൂരത്തിൽ റോഡും റെയിൽപാതയും ഒരുമിച്ച് തുരങ്കത്തിലൂടെ സജ്ജീകരിക്കുന്ന ഒരു വമ്പൻ പദ്ധതിയാണ് ഒരുങ്ങുന്നത്. വെള്ളത്തിനടിയിലൂടെയുള്ള റോഡും റെയിലും എന്നതാണ് ഈ പദ്ധതിയെ വ്യത്യസ്തമാക്കുന്നത്. അതെ, നമുക്ക് കേട്ടുകേൾവി മാത്രം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ആദ്യത്തേതും ലോകത്തിലെ രണ്ടാമത്തേതും ആയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നതോടെ ആർക്കൊക്കെയാണ് ഗുണം പരിശോധിക്കാം. അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, അതുപോലെ തന്നെ മറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവയ്ക്കാണ് വലിയ തരത്തിലുള്ള പ്രയോജനം ലഭിക്കുക. ഈ ഒരു പദ്ധതി വരുന്നതിലൂടെ ഗതാഗതം വലിയ തരത്തിൽ സ്മൂത്തായി നീങ്ങും എന്നതാണ് എടുത്തു പറയേണ്ട ഒരു ഗുണവശം. അതുപോലെ തന്നെ ചരക്ക് നീക്കം വളരെ വേഗത്തിലാക്കാനും ഗതാഗത ചെലവ് കുറയ്ക്കാനും ഈ ഒരു പദ്ധതി വഴിയൊരുക്കുമെന്നത് എടുത്തു തന്നെ പറയണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 240 കിലോമീറ്റർ സഞ്ചരിച്ചെത്തേണ്ട ദൂരം വെറും 33.7 കിലോമീറ്റർ ആക്കി കുറയ്ക്കാൻ ഈ ഒരു പദ്ധതിക്ക് ആകുമെന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കുറച്ചുകൂടി സിമ്പിളായി പറയുകയാണെങ്കിൽ 6 മണിക്കൂർ യാത്ര ചെയ്യേണ്ട സ്ഥലത്ത് വെറും അരമണിക്കൂർ യാത്ര ചെയ്തുകൊണ്ട് എത്താൻ സാധിക്കുമെന്നതാണ്. എന്തായാലും കേന്ദ്ര മന്ത്രിസഭാ യോഗം ഈ ഒരു പദ്ധതി അംഗീകരിച്ചതായി മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 18,662 കോടി രൂപ ചെലവ് കണക്കാക്കുന്നതാണ് ഈ ഒരു വമ്പൻ പദ്ധതിക്ക്. അസമിലെ നുമലിഗഡ്, അതുപോലെ തന്നെ തേജസ്പൂർ, ഗോഹ്പൂർ, ദിബ്രുഗഡ്, ഇറ്റാനഗർ തുടങ്ങിയ നഗരങ്ങളെ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിൽ പറഞ്ഞ ദിബ്രുഗഡ് മറ്റൊരു വലിയ വാർത്തയിലും ഇടം പിടിച്ചിരുന്നു. ദിബ്രുഗഡിലെ മൊറാൻ നാഷണൽ ഹൈവേ 37-ൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു എമർജൻസി ലാൻഡിംഗ് സ്ട്രിപ്പ് ഉദ്ഘാടനം ചെയ്യാനായി അദ്ദേഹം യാത്ര ചെയ്ത വിമാനവുമായി ഹൈവേയിലേക്ക് പറന്നിറങ്ങിയാണ് ആ ഒരു ഉദ്ഘാടനം നടത്തിയതെന്നത് വലിയ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു വാർത്തയായി മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് നദിക്കടിയിലൂടെയുള്ള തുരങ്കപാതയുടെ വാർത്തയിലും ദിബ്രുഘട്ട് ഇടം പിടിക്കുന്നത്.